ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് NTPC എക്സാം ഇനി വരാൻ പോവുകയാണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ സയൻസ്, ജനറൽ സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്തിന്, NTPCയുടെ RRBയിൽ ഒത്തിരി എക്സാംസ് വരാൻ പോവുകയാണ്, അതേപോലെ NTPC. അപ്പം ഹ്യൂജ് വേക്കൻസി ആണുള്ളത്. ഇനി ഇങ്ങനെ ഒരു വേക്കൻസി എപ്പോഴാണ് ഇനി വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നല്ലൊരു അവസരമാണ്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ വർഷം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് കയറാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് മെയിനായിട്ട് എന്താണ്, സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, പറയാൻ പോകുന്നത്. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചു പോവുക. ഇപ്പം കുറച്ച് ദിവസം പഠിച്ചു, കുറച്ച് ദിവസം പഠിച്ചില്ല, അങ്ങനെയല്ല. നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഈ സയൻസ് മാത്രമല്ല, GK നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ജനറൽ നോളേജ് പഠിക്കാനുണ്ട്, അതുപോലെ മാത്സ് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നിങ്ങൾ ഓരോ ടോപ്പിക്സ് എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഇന്ന് സയൻസ്, നാളെ സയൻസ്, അടുത്ത ദിവസം GK, അങ്ങനെയല്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, മാക്സിമം എല്ലാ ടോപ്പിക്കും കുറച്ച് സമയം കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. കാരണം മാത്സ് നിങ്ങൾക്കറിയാം, മാത്സ് കുറച്ച് ദിവസം ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്പീഡ് കുറയും. സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം വെച്ചിട്ടാണ് എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പടപടയായിരിക്കും നമ്മുടെ മുന്നിൽ കൂടെ ടൈം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡ് നമുക്ക് വേണം നന്നായിട്ട്. അപ്പം മാത്സൊക്കെ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മാത്രമല്ല, ഇപ്പം നോട്ടിഫിക്കേഷൻ കലണ്ടർ വന്നിട്ടുണ്ട്. കലണ്ടറിൽ എന്നാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത പറഞ്ഞേക്കുന്നത് നിങ്ങൾക്കറിയാവോ? ജൂലൈ, സെപ്റ്റംബർ ഈ മാസങ്ങൾക്ക് ഉള്ളിലായിട്ട് എന്തെങ്കിലും ഒരു ദിവസം എന്ത് വരും, ഈ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും, വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. കാരണം ഒത്തിരി ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്സ് ഫുൾ കവർ ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ഒത്തിരി കിട്ടും. മോക്ക് ടെസ്റ്റ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തുന്നത്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതെൻ്റെ സ്ട്രോങ് പാർട്ടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ വീക്ക് പോർഷനാണ് എന്നൊക്കെ അറിയാൻ പറ്റുന്നത് എപ്പോഴാണ്, നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അതുപോലെ ഏത് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, അതാ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്ത് നല്ല പ്രാക്ടീസ് വേണം. അപ്പം ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഒരു ടൈം ടേബിൾ വെച്ചിട്ട് അന്നന്ന് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. എല്ലാം പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. മെയിൻലി സയൻസ് ആണ്. സയൻസ് എങ്ങനെ പഠിക്കണം നോക്കിയേ. ടയർ 1 എക്സാമിന് നിങ്ങൾക്ക് നോക്കിയേ 40 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഈ 40 ക്വസ്റ്റ്യൻ ഏതിനാണ്, ജനറൽ നോളേജിനാണ്, GKയിലാണ് എന്തുള്ളത്, ഈ 40 ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതുപോലെ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വെച്ചിട്ടാണ്. ഈ GK എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 8 തൊട്ട് 10 ക്വസ്റ്റ്യൻസാണ് എന്ത് വരുന്നത്, നമ്മുടെ GS, ജനറൽ സയൻസ് വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ 8 തൊട്ട് 10 അങ്ങനെ നിസ്സാരമായിട്ട് കളയേണ്ട കാര്യമല്ല. ഈ മാർക്കാണ് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് ജോലി കിട്ടുന്നത്, നമുക്ക് റാങ്ക് കൊണ്ടുപോകാൻ തരുന്നത്. അപ്പം ഒരു പോർഷനും നിങ്ങൾ എന്ത് ചെയ്യല്ലേ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളയരുത്. മാത്രമല്ല RRBയുടെ ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ
അതിലൊക്കെ സയൻസ് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം സയൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് RRB എക്സാംസിനെല്ലാം. അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പം സയൻസ് എന്ന് പറയുമ്പം ആരൊക്കെയാണ് വരുന്നത്? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, ഈ 3 ആൾക്കാരാണ് സയൻസിൽ വരുന്നത്. അപ്പം കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നടന്നിട്ടുള്ള എക്സാം നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കറിയാവുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് എവിടെ നിന്നാണ്? ബയോളജിയാണ്. എന്ന് വെച്ചാൽ ഈ 10 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വരുന്നത്? ബയോളജി എന്നാണ് വരുന്നത്. പിന്നെ വരുന്നത് എവിടെയാണ്? കെമിസ്ട്രി, പിന്നെയാണ് ഫിസിക്സ്. അപ്പം മെയിൻലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് മീൻസ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്? ബയോളജി എന്നാണ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കും നമുക്ക് എന്താണ്? വിലപ്പെട്ടതാണ്. അപ്പം ആ കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇനി ഇതെല്ലാം സബ്ജക്റ്റുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഓരോ ടോപ്പിക് എടുത്ത് ജസ്റ്റ് കാണാതെ പഠിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഇപ്പം നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ടാവുന്ന NCERT ടെസ്റ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇല്ലെങ്കിൽ എന്താണ്? ഫോണുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്തുകൊണ്ടാണ്? ഫോൺ ഉണ്ടുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം PDF അവൈലബിൾ ആണ്. PDF എടുത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പം ജസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ ഏതൊക്കെയാണ് ടോപ്പിക്സ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളിനി പറയും. ടോപ്പിക്സ് ഏതാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്സ് ജസ്റ്റ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് എടുക്കുക, ഫുൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിക്കാം. അപ്പം അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ദാർശന്യവുമില്ല. നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓരോ സബ്ജക്റ്റ് എടുക്കുക, ടോപ്പിക്സ് ഏതാണെന്ന് മനസ്സിലാക്കുക, അതിലെ ടോപ്പിക്സ് എന്ത് ചെയ്യുക? മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചിട്ട് മീൻസ് ഫിസിക്സ് എടുത്തു കഴിഞ്ഞ് ഫിസിക്സ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ അടുത്ത കെമിസ്ട്രി പഠിക്കുള്ളൂ. അങ്ങനെയല്ല. എല്ലാത്തിനും കുറച്ച് സമയം കൊടുത്തിട്ട് എല്ലാത്തിനും കുറച്ച് ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യുക? ബേസിക്കായിട്ട് കവർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതെല്ലാം എന്ത് ചെയ്യും? അത്യാവശ്യം ബേസിക്കും ബാക്കി ഇനി എവിടെയെങ്കിലും ബേസിക്കോ നമ്മുടെ കണ്ടൻറ്റിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ കവറാവും? നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കവറാവും. അതിപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും വെറുതെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എന്ത് കിട്ടത്തുള്ളൂ? നമ്മൾ പഠിച്ചത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പഠിച്ചതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, ഞാൻ ഫിസിക്സിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഉണ്ട്, മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, ഗ്രാവിറ്റേഷൻ ഉണ്ട്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഹീറ്റ്, വേവ്, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇലക്ട്രോണിക്സ്, ഇൻവെൻഷൻ, ആരൊക്കെയാണ് ഇൻവെൻറ്റ് ചെയ്തത്, അതുപോലെ മോഡേൺ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്. ഇതിൽ ഈ പറഞ്ഞ ടോപ്പിക്സിനെല്ലാം NTPCക്ക് എക്സാംസ് NTPCയിലെ പല ഷിഫ്റ്റുകളിലായിട്ടുള്ള എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഈ മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്സിലാണ് നിങ്ങൾക്ക് അറിയാവുന്ന വർക്ക്, എനർജി, ലോസ് ഓഫ് മോഷനൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ മെക്കാനിക്സിലാണ് വരുന്നത്. അപ്പം ഇതിന്നൊക്കെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് എന്ത് വെച്ചാൽ കുറച്ച് ഒരു 2-3 ഇക്വേഷൻസ് ആയിരിക്കും. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലമേ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ബുക്സ് പറഞ്ഞു തരാം, ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കേണ്ട ബുക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പം അത് ലാസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പം എന്തായാലും മെക്കാനിക്സ് അത് നമുക്ക് പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഒരു
ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അതേ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും അടുത്ത വർഷം വീണ്ടും അടുത്ത പ്രോബ്ലം ചോദിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അപ്പം മെക്കാനിക്സിൽ കൂടുതലും തിയറി ഉണ്ട്, എന്നാലും കൂടുതലായിട്ടും എന്താണുള്ളത്, പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഗ്രാവിറ്റേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഹീറ്റ്, വേവ് എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം തിയറി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുപോലെ ഇലക്ട്രിസിറ്റിയിൽ വരുമ്പം ഇലക്ട്രിസിറ്റിയിൽ വീണ്ടും എന്തുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. മാഗ്നറ്റിസത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇലക്ട്രിസിറ്റിയിലാണ് നമ്മൾ എന്തുവാണ് റെസിസ്റ്റൻസ് വരുന്നത്, റെസിസ്റ്റൻസ്, അതേപോലെ എന്താണ് സീരീസ് ആയിട്ട് പാരലായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മൾ പ്രോബ്ലംസൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പണ്ട് കുഞ്ഞിലേ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അപ്പം അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം. മാഗ്നറ്റിസത്തിലാണ് എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സോ, LED, ട്രാൻസിസ്റ്റർ, ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻവെൻഷൻസ്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇൻവെൻറ്റ് ചെയ്തത്. പിന്നെ മോഡേൺ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സും ആണ് ഉള്ളത്. അപ്പം ഈ ഓരോ മെയിനായിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ സബ് ടോപ്പിക്സും ഉണ്ട്. അപ്പം അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് പഠിച്ച് പോവുക. അടുത്തത് നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പം അതിൽ കുറച്ച് ലോസുകളൊക്കെയാണ് വരുന്നത്. ചാൾസ് ലോ, ബോയിൽസ് ലോ, അങ്ങനെ കുറേ ലോസുകളുണ്ട്. അത് ഇൻട്രൊഡക്ഷൻ പോർഷനിലാണ് വരുന്നത്. പിന്നെ എടുത്തു കഴിഞ്ഞാൽ ഏതാ, അറ്റോമിക് സ്ട്രക്ചർ, ഗേഷ്യസ് ലോസ്, ആസിഡ്, ബേസ്, സാൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ മെറ്റൽസ്, അലോയി, ഫ്യുവൽ, ഓർസ്, മെറ്റലർജി, അതുപോലെ ഏതാണ് കെമിക്കൽ ബോണ്ടിങ്, വാലൻസി, ഇലക്ട്രോളിസിസ്, ഓക്സിഡേഷനും റിഡക്ഷൻ. ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറേ കെമിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെ പേരുകൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോപ്പ്, ഡിറ്റർജൻറ്റ്, പോളിമേഴ്സ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതൊന്നും ബേസിക് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ജെന്യുവിനായിട്ട് നിങ്ങൾക്ക് നല്ല ക്ലാസ് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ ഓൺലൈനായിട്ടാണെങ്കിലോ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പം ഇവിടെ ദിശയുടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ദിശയുടെ കോഴ്സസ് വേണമെങ്കിൽ ദിശയുടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ജെന്യുവിനായിട്ടും ക്ലാസ്സൊക്കെ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ എടുക്കുക. എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യുക, ജോലി വാങ്ങണം, പഠിക്കണം. അതിപ്പോൾ എങ്ങനെയായാലും അപ്പം നമുക്ക് ജോലി വാങ്ങേണ്ടതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം അതിന് നിങ്ങൾക്ക് എന്തൊക്കെ വഴികൾ കിട്ടോ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം പിന്നെ ബുക്സ് വായിച്ച് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്ക് വായിച്ച് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ NCERT ബുക്ക് കളക്ട് ചെയ്യുക, അത് വായിച്ച് പഠിക്കുക. അല്ല ഇനി ഫോൺ നമ്മുടെ കയ്യിലുണ്ട്, PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. ഇപ്പോൾ ബുക്സ് ഒന്നും വാങ്ങിക്കാനുള്ള എല്ലാവർക്കും ഈ പറയുന്ന ബുക്സൊക്കെ എല്ലാം കളക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവരല്ല, അത് നമുക്കറിയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ക്ലാസ് ചിലപ്പം ഓൺലൈനായിട്ട് അക്യൂർ ചെയ്യാൻ പറ്റാത്ത ആളായിരിക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പം അതിനുള്ള വഴികൾ നമ്മളായിട്ട് കണ്ടെത്തുക. അപ്പം ഇനി നമുക്ക് അടുത്ത ആരാ ഉള്ളത്, ബയോളജിയാണ്. ബയോളജി നമുക്ക് നോക്കാം. ബയോളജി എന്തുവാണ്, ബയോളജിയിൽ മെയിൻ ബ്രാഞ്ചസ് ഓഫ് ബയോളജിയാണ്. ഇത് ഓരോ സ്റ്റഡീസിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. ഓരോ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്, പേര്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏതാണ് സെല്ല്, ടിഷ്യൂസ്. സെല്ലിൻ്റെ ഉള്ളിൽ കുറേ ഓർഗനൽസ് ഉണ്ട്, ഓർഗനൽസ് പഠിക്കണം. ടിഷ്യൂ എടുത്തു കഴിഞ്ഞാലോ അനിമൽ ടിഷ്യൂ ഉണ്ട്, പ്ലാന്റ് ടിഷ്യൂ ഉണ്ട്, അത് പഠിക്കണം. ഇനി പ്ലാന്റ് കിങ്ഡത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പഠിക്കണം. അനിമൽ കിങ്ഡം
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലാന്റ് കിങ്ഡം അനിമൽ കിങ്ഡം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അതേപോലെ പ്രോട്ടീൻസ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം പ്രോട്ടീൻസ്, വിറ്റാമിൻസും മിനറൽസും ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, പഠിക്കുക. ഹ്യൂമൻ ഡിസീസസും സിംറ്റംസും, ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവും, വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവും, പ്രൊട്ടോസോവൻ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അപ്പം അതൊക്കെ ഏതൊക്കെ ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നതെന്ന് അറിയാം. ഇനി ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് വരുന്നത് നിങ്ങൾക്കറിയാം. ഏതൊക്കെ സിസ്റ്റം? സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, പിന്നെ ഏതാ? എക്സ്ക്രിയേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, സ്കെൽറ്റൻ. അപ്പം ഇങ്ങനെ കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും സിസ്റ്റംസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഇതെല്ലാം ഓരോന്നിരുന്ന് വായിച്ച് കാണാതെ പഠിക്കണം എന്നല്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഈ ടോപ്പിക്സ് എല്ലാം അങ്ങ് കവറാവും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇത്രയും പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം എല്ലാവരും പഠിച്ച് നമ്മളെപ്പോലെ ഉള്ളവർ തന്നെയല്ലേ എല്ലാവരും എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് എഴുതി കയറുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പം നിങ്ങൾ ഈ ടോപ്പിക്സ് ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കേണ്ട. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിച്ചെഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ജസ്റ്റ് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ തിയറിയിൽ എങ്ങാനും കവർ ആയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഏതാണ്? പ്ലാന്റ് മോർഫോളജി, പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് മോർഫോളജി എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ പാർട്സുകളും കാര്യങ്ങളും വരുന്നത്, സ്റ്റെം, റൂട്ട് ഇതൊക്കെ വരുന്നത്. പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുമ്പം അതിൽ ട്രാൻസ്പിറേഷൻ നടക്കുന്നത്, റെസ്പിറേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്ലാന്റ് ഫിസിയോളജിയിൽ വരുന്നത്. പിന്നെ ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ജെനറ്റിക്സും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടാക്സോണമി, ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അനിമൽസിൻ്റെ പ്ലാന്റ്സിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷനാണ് ടാക്സോണമി. പിന്നെ ബയോമോളിക്യൂൾസ്, കുറച്ച് മോളിക്യൂൾസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഇൻവെൻഷൻസ് ആര് എന്ത് ഡിസ്കവർ ചെയ്തു, മീൻസ് ഏത് ബയോളജിസ്റ്റാണ് ഇത് ഡിസ്കവർ ചെയ്തത്, അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സുകളെല്ലാം അറിഞ്ഞിരിക്കണം. അതേപോലെ ഓർഗാനിക് എന്താണ്, എവല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ബയോളജിയിൽ വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, പ്രീവിയസ് ഇയർ നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താവും, തറവാവും. ഓക്കെ, ഇനി ഏതൊക്കെ ബുക്കാണ് നമുക്ക് പഠിക്കേണ്ടതെന്നാണ് കൊടുത്തേക്കുന്നത്. ഏതാണ് ആദ്യം കൊടുത്തേക്കുന്നത്? ഞാൻ തരുൺ ഗോയലിൻ്റെ ജി കെയുടെ ബുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കുഞ്ഞു ബുക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ബുക്കാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അത്യാവശ്യം ഇത് എന്തുവാണ്, NCERT ബേസ്ഡ്, പ്യുവർ NCERT ബേസ്ഡ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ബുക്കുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഈ ലൂസൻറ്റിൻ്റെ ബുക്കെന്ന് പറയുന്നത്. ആണ് ലൂസൻ്റെ ബുക്ക്. ലൂസൻ്റെ ബുക്കിലും നിങ്ങൾക്ക് ഇതിൽ എല്ലാം ഉണ്ടെന്നല്ല, എന്നാലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ലൂസനിൽ ജനറൽ നോളജിലുണ്ട്. ഇതിൽ വേറെയും ടോപ്പിക്സ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ജി കെ ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം ഉണ്ട്, കൂടെ സയൻസിൻ്റെ ടോപ്പിക്സും ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ ജസ്റ്റ് ഈ തരുൺ ഗോയലോ ലൂസൻ്റോ വായിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ NCERT ബുക്സ് കയ്യിലുണ്ടല്ലോ, അപ്പം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ PDF നമുക്ക് എന്തായാലും ഫോണിൽ കിട്ടാൻ പറ്റും. അപ്പം അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഈ രണ്ട് ബുക്കും ഉണ്ട്, PDFും NCERT ബുക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? YCTയുടെ ജനറൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഗോഡ് ഫാദറിൻ്റെ ബുക്കുണ്ട്, അതേപോലെ പിനാക്കിളുടെ ജനറൽ സയൻസ്.
ഈ 3 ബുക്കും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഈ ഏതാണ് YCT ആണ് മെയിനായിട്ട് ഇപ്പം എന്താണ് നമ്മൾ RRBയുടെ എക്സാംസിനെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ബുക്കാണ്. പക്ഷേ ഈ ബുക്കിൽ എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേ കണക്ക് വീണ്ടും റിപ്പീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പല ഷിഫ്റ്റുകളിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റായിട്ട് എന്തുവാ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു ചെറിയൊരു ഇതായിട്ട് പറയാനുള്ളൂ. അല്ലാതെ നമുക്ക് എന്താ ക്വസ്റ്റ്യനുണ്ട്, ആൻസറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ 3 സബ്ജക്റ്റും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും എല്ലാം ഫുൾ ഇതിൽ എന്ത് ചെയ്യും, കവർ ആവുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഗോഡ്ഫാദറിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുകൊണ്ട് അതുപോലെ അതിൻ്റെ നോട്ട് പോലെ എക്സ്പ്ലനേഷനും കൊണ്ട് ഇതിൽ ഗോഡ്ഫാദറിൽ. ഇനി ഗോഡ്ഫാദർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളുടെ SSCയുടെ ക്വസ്റ്റ്യൻസും ഉണ്ട്. SSC + RRB ആണ് എന്തുള്ളത്, ഈ ഗോഡ്ഫാദറിലുള്ളത്. അപ്പം SSCയുടെ ക്വസ്റ്റ്യൻസ് CHSLും CGLും ക്വസ്റ്റ്യൻസും കവറാവും. അതേപോലെ RRBയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കവറാവും ഗോഡ്ഫാദറിൽ. ഇനി പിനാക്കിൾ എടുത്തു കഴിഞ്ഞാൽ പിനാക്കിളിൽ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലനേഷനും എല്ലാം ഇതിൽ കിട്ടും. അപ്പം ഈ 3 ബുക്സാണ് ഉള്ളത്. അപ്പോൾ ഈ 3 ബുക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇനി വർക്കൗട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്താണ്, മോക്ക് എക്സാംസ് എടുത്തൂടെ? മോക്ക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പം ദിശയുടെ മോക്ക് എക്സാംസ് അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക്, അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവണം. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മോക്ക് എക്സാമിനെ പറ്റി, മോക്ക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. അപ്പം ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്ത് ചെയ്യുക, മോക്ക് എടുക്കുക. അപ്പം മോക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക, അനലൈസ് ചെയ്യുക. അതിൽ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് മോക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇന്ന ടോപ്പിക്കാണ് ഞാൻ പഠിച്ചത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മോക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഇത് തിയറി കാര്യങ്ങളായതുകൊണ്ട് തന്നെ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇത്ര ദിവസം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. വീണ്ടും കുറച്ച് ദിവസം പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പം ഇങ്ങനെ റിവൈസ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരെ പഠിക്കാം. ഓക്കെ, എന്നിട്ട് സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. വീണ്ടും തിങ്കൾ തൊട്ട് വെള്ളി വരെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സയൻസ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കല്. RRBക്ക് സയൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പിന്നെ സയൻസ് മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ, മാത്സ് ഞാൻ നോക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എല്ലാ സബ്ജക്റ്റും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ എന്താണ്, സയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സയൻസ് വിട്ട് കളയുകയും ചെയ്യരുത്. സയൻസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. RRBയുടെ പല എക്സാംസുകളിലായിട്ട് ALPയും JAയും അതേപോലെ പല എക്സാമ്പിൾസും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 സയൻസിൽ വരുന്ന 3 ആൾക്കാർ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയും അത്യാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് പ്രീവിയസ് നോക്കുക. ഓക്കെ ആണോ? അപ്പം ഞാൻ പറയുവാണ്, ഇത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരുന്നത്. ഇത്രയും വേക്കൻസി ഇനി വരുന്നുണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല, പറയാനും പറ്റത്തില്ല. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഈ ജോലി എഴുതിയെടുക്കാൻ നോക്കുക. കിട്ടിയാൽ കിട്ടി, സെറ്റാണ്. അപ്പം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് എല്ലാം മുന്നോട്ട് പോകും, സൂപ്പറായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വീഡിയോസും ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. ദിശ അക്കാഡമി നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. സയൻസിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്, മാത്സ്, റീസണിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. യൂട്യൂബിൽ ഇത് മാത്രമല്ല, ഒത്തിരി ചാനൽസ് ഉണ്ട്. അപ്പം എല്ലാ ചാനൽസും നിങ്ങൾക്ക് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾ നോട്ടായിട്ട് എഴുതി പഠിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ടാക്കിയിട്ട് അതിൽ നിന്ന് പഠിക്കുക. അപ്പം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മാത്രം മതി ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ മടിയും മാറ്റി വെച്ച് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ
സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.